ഈശ്വരന്റെ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം വേണ്ടിയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വരൻ കൃപയും സമാധാനവും. വളരെ നാളുകളായി പ്രേക്ഷകർ നിരന്തരം ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. രോഗസൗഖ്യം ഉണ്ടായത് എങ്ങനെയാണ് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ളത്. ആദ്യകാലങ്ങളിൽ ഇവയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടും വൈയക്തികവും വൈകാരികവുമായ അനുഭവങ്ങളല്ല സുവിശേഷ പ്രഘോഷണത്തിൽ പ്രധാനപ്പെട്ടതെന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഈ ചോദ്യങ്ങളെ അവഗണിച്ചു പോകുന്നത്. സുവിശേഷം എങ്ങനെ പ്രയോഗവൽക്കരിക്കാം, എങ്ങനെയാണ് സുവിശേഷത്തിന്റെ ആത്യന്തിക സത്യങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്, വിശ്വാസ വഴിയുള്ള വ്യതിചലനങ്ങൾ എന്തൊക്കെയാണ്, ആനുകാലിക സംഭവങ്ങൾക്കകത്ത് നാം എടുക്കുന്ന നിലപാടുകളിൽ വിശ്വാസം എങ്ങനെയാണ് മേൽക്കൈ നേടേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് സാധാരണ നമ്മൾ സംസാരിക്കാറ്. ഏറെക്കുറെ വിമർശനാത്മകമായ കുറെ കാര്യങ്ങൾ പറയേണ്ടതുള്ളതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രഘോഷണങ്ങളെയൊക്കെ സൂക്ഷ്മ പരിശോധന ചെയ്യേണ്ടതുള്ളതുകൊണ്ടും ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് അവസരം ലഭിക്കാതെ പോയി എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഒരാൾക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ മൂലതത്വം എന്നായി മാറിക്കൂടാം. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയാതെ പോയിട്ടുള്ളത്. ഏതായാലും കുറെ കാലങ്ങളായി നിരന്തരം ചോദിക്കുന്നതുകൊണ്ട് മറുപടി പറയാം എന്ന് കരുതാം. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിക്കുന്നത്. എൻ്റെ ജനനശേഷം ഏകദേശം 2-3 വയസ്സുള്ളപ്പോൾ തന്നെ രോഗാതുരമായ എൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. ഞാൻ ഈ കാര്യം പലപ്പോഴും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. 2 വയസ്സ് മുതലൊക്കെ അൾസർ രോഗിയാണ് ഞാൻ. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ കുടൽ പൊട്ടുകയും രക്തം വരികയും നിരന്തരമായി വയറുവേദന അനുഭവിക്കുകയും വിദ്യാലയത്തിൽ പോലും പോകാൻ കഴിയാത്ത രീതിയിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തൊരു ബാല്യകാലമാണ്. സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാൻ നിർവാഹമില്ലാത്തൊരു ജീവിതം. ഇടയ്ക്ക് കഷായം, ആയുർവേദ മരുന്നുകൾ, പിന്നെ ഹോമിയോ മരുന്ന് ഒക്കെ കഴിച്ചുകൊണ്ടാണ് ബാല്യകാലം മുൻപോട്ട് പോരുന്നത്. എൻ്റെ നേരെ മൂത്ത സഹോദരിക്ക് അസുഖമുണ്ടായപ്പോൾ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോവുകയും അവിടെ വെച്ച് എനിക്കുണ്ടായ വയറിന്റെ ഒരു അസ്വസ്ഥതയ്ക്ക് മരുന്ന് തരികയും ആ മരുന്ന് കഴിച്ചതിന് ശേഷം നിരന്തരമായി ഈ കുടലിൽ വ്രണങ്ങൾ ഉണ്ടാകുകയും അതുകൊണ്ട് ഏകദേശം 7ാം ക്ലാസ് വരെ എൻ്റെ ഓർമ്മയിൽ മരുന്നിനെ ആശ്രയിച്ച് മാത്രം ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ബാല്യകാലത്തെ കൗതുകങ്ങൾ, കളികൾ ഒക്കെ നഷ്ടപ്പെട്ടു പോയൊരാൾ. അങ്ങനെ രോഗാതുരമായ ഒരു ബാല്യത്തിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത്. അസുഖം പിന്നീട് മാറുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. അങ്ങനെ കളികളൊന്നുമില്ലാതെ ഏറെ വിശ്വാസപരമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചൊക്കെ പോകുന്ന ഒരു ബാല്യകാലമാണ് എനിക്കുള്ളത്. അമ്മ നിരന്തരമായി നവനാൾ പ്രാർത്ഥനകൾക്കും വിശുദ്ധ ബലിക്കുമായിട്ട് പോകും. അമ്മയുടെ കൂടെ മിക്കവാറും ഞാനുണ്ടാകും. രോഗിയായതുകൊണ്ട് എന്നെ ഒഴിവാക്കി അമ്മയ്ക്കൊന്നും പോകാൻ സാധ്യമല്ല. അങ്ങനെ ഒരു ബാല്യമാണ് എനിക്കുള്ളത്. ബാല്യകാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച വിശുദ്ധ ഡൊമിനിക് സായിബയാണ്. അനുസരണത്തെയും വിശ്വാസത്തെയൊക്കെ കൂടുതൽ ശ്രേഷ്ഠതയോടെ കണ്ടിരുന്ന ഒരു മഹാവിശുദ്ധനാണ് ഡൊമിനിക് സായിബ്. കുട്ടികൾക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃക എന്ന നിലയ്ക്ക് ഞാൻ ഡൊമിനിക് സായിബയെ എൻ്റെ വിശുദ്ധനായി കണ്ടാണ് ജീവിച്ചത്. എനിക്ക് നൽകപ്പെട്ട ക്രൈസ്തവ നാമം മാർട്ടിൻ എന്നായിരിക്കെ വിശുദ്ധ മാർട്ടിൻ പോറസിന്റെ നവനാളുകളിലൊക്കെ അന്ന് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പങ്കെടുക്കുമ്പോഴും ഹൃദയതലത്തെ എപ്പോഴും ഗ്രസിച്ചിട്ടുള്ളത് വിശുദ്ധ ഡൊമിനിക് സാവിയോയെ കുറിച്ചുള്ള ഓർമ്മകളാണ്. അങ്ങനെ ചിത്രകഥ ഞാൻ വായിക്കാനിടയായി. ആ ചിത്രകഥയിലെ ചിത്രീകരണങ്ങളും ഡൊമിനിക് സാവിയോയും ഒക്കെ എന്നെ ഏറെ ആകർഷിച്ചു. ആ നിലയ്ക്കാണ് ബാല്യകാലം. 7ാം ക്ലാസ് വരെ വിശ്വാസ വഴിയിൽ നന്നായിട്ട് പുരോഗമിച്ച ഒരാളാണ് ഞാൻ. വിശുദ്ധ ബലി കേന്ദ്രീകൃതമായ ജീവിതം, പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയിൽ അൾത്താര ശുശ്രൂഷകനായി പങ്കുചേരാനുള്ള ഭാഗ്യവും അന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട്. ആ കാലഘട്ടം കഴിഞ്ഞ് 7ാം ക്ലാസ് മുതൽ ഞാൻ വിശ്വാസ വഴിയിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. അതിന് പ്രധാന കാരണമായി അന്ന് മാറിയത് എൻ്റെ മൂത്ത സഹോദരൻ
വിശ്വാസ വഴിയിൽ നിന്ന് അകന്ന് ജീവിതം ആരംഭിച്ചു. അദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഇടമറുകൾ എഴുതിയ പുസ്തകങ്ങൾ പോലുള്ള പുസ്തകങ്ങളാണ്. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകം ഞാൻ വായിക്കുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഒരുപക്ഷെ ഇന്ന് പോലും അത് വായിച്ചാൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് ബുദ്ധിമുട്ടാണ്. അതെന്റെ ജ്യേഷ്ഠനെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. അങ്ങനെ ഒരാളെ നേർവഴിക്ക് നടത്താനായി ഇറങ്ങിത്തിരിച്ച് വഴിതെറ്റിപ്പോയ ഒരാളാണ്. അപ്പോഴാണ് പല ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമുള്ള പിഴവുകളും മനുഷ്യത്വ വിരുദ്ധമായി പലപ്പോഴും തോന്നുന്ന കാര്യങ്ങളൊക്കെ വിമർശിക്കാനുള്ള സ്വഭാവം ഇനി കടന്നുകൂടും. പ്രത്യേകിച്ചും ഇത്തരത്തിൽ കൃതികൾ വായിക്കാനും അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് ആകൃഷ്ടനാകാനും തുടങ്ങിയതോടെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ അകന്നു. 7ാം ക്ലാസ് ആകുമ്പോൾ ഞാൻ വിശ്വാസ വഴിയിൽ നിന്ന് തീർത്തും അകന്ന് വിശ്വാസ വിരുദ്ധമായ വഴിയിലേക്ക് പ്രയാണം ആരംഭിച്ചു. അതിനുശേഷം നീണ്ട 18 വർഷക്കാലം എൻ്റെ ജീവിതം എങ്ങനെയാണ് വിശ്വാസത്തെ നിഷേധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളിലും വായനയിലൊക്കെയാണ്. വായിക്കുകയോ പഠിക്കുകയോ മാത്രമല്ല, അത് പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആ കാലം തൊട്ടേ ആരംഭിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ തുമ്മിയാൽ ഈശോ രക്ഷിക്കുക എന്ന് പറയും. അപ്പൊ ആ കാലം മുതൽ ഞാൻ ശീലിക്കുന്നുണ്ട്, അങ്ങനെ തുമ്മിയാൽ ഈശോ രക്ഷിക്കുക എന്ന് പറയരുത് എന്ന്. വാസ്തവത്തിൽ അത് ഒരു മരണസമയമാണെന്നും ഓരോ തുമ്മുന്ന സമയത്തും ഒരു നിമിഷം നമ്മൾ ജീവൻ വിടുന്നുണ്ടെന്നും അത്തരമൊരു സാഹചര്യത്തിൽ ദൈവത്തെ ഓർക്കാൻ വേണ്ടിയാണ് ഈശോ രക്ഷിക്കുക എന്ന് പറയുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ബാല്യകാലത്ത് കേട്ട് പഠിച്ചതാണ്. പക്ഷെ അവയൊക്കെ കൈവിട്ട് ഞാൻ സ്വന്തമായ തീരുമാനങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. 18 വർഷക്കാലത്ത് എൻ്റെ ജീവിതം വിശ്വാസ വിരുദ്ധമായിട്ടാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിനെതിരായിട്ടാണ്. സഭയെയും വിശ്വാസ സംഹിതകളെയും വിശുദ്ധ ഗ്രന്ഥത്തെയൊക്കെ വിമർശിക്കുക, ക്രിസ്തുവിനെ വിമർശിക്കുക എന്നതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട അന്നത്തെ ശ്രദ്ധയൂന്നിയ വിഷയം. പലപ്പോഴും മാതാപിതാക്കളൊക്കെ മക്കൾ വഴിതെറ്റി പോകുന്നു, അവർ വിശ്വാസ വഴിയിലല്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞു വരുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത് എൻ്റെ ഈ ബാല്യത്തെയും കൗമാരത്തെയും കുറിച്ചാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ വിശ്വാസ വിരുദ്ധനായി മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ അപ്രകാരം വിശ്വാസ വിരുദ്ധനായി മാറിപ്പോയെന്നെ തിരികെ കൊണ്ടുവരാൻ യേശുവിന് സാധിച്ചു. അത് എൻ്റെ ഒരു ശ്രമഫലമായിട്ടോ അല്ലെങ്കിൽ ഉപദേശപരമായിട്ടോ അല്ല എന്നുള്ള കാര്യമാണ് വേറെ പ്രാധാന്യം അർഹിക്കുന്നത്. ജനിച്ച് 6ാം ദിവസം മാമോദീസ സ്വീകരിച്ച ഒരാളാണ് ഞാൻ. അപ്രകാരം മാമോദീസ സ്വീകരിച്ച് ഞാൻ വിശ്വാസ വഴിയിൽ നിന്ന് മാറി നടന്ന് 18 വർഷക്കാലം ദൈവമില്ലെന്ന് പഠിപ്പിച്ചിട്ടും ദൈവം എന്നെ കൈവിട്ടില്ല, ദൈവം എന്നെ കരുതി, തിരികെ കൊണ്ടുവരാൻ ദൈവം തന്നെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് എപ്പോഴും മാനസാന്തരത്തെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയവും ഉത്കൃഷ്ടവുമായ കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. കേവലം മാനുഷിക പ്രവൃത്തിയല്ല മാനസാന്തരമെന്നും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ തിരികെ കൊണ്ടുവരുമെന്നും സത്യത്തിലേക്ക് അവിടെ നിന്ന് നമ്മെ നയിക്കുമെന്നും നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നാം അറിയാതെ പ്രവർത്തിക്കുമെന്നും വേറെ ബോധ്യപ്പെട്ട കാര്യമാണ് എൻ്റെ മാനസാന്തരങ്ങൾ. 18 വർഷം ദൈവമില്ലാതെ ജീവിക്കുന്നതിനിടയ്ക്കാണ് ഞാൻ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്നതും കുഞ്ഞുണ്ടാകുന്നതും. അക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അതിനിടയ്ക്ക് വെച്ച് ഞാൻ ശില്പവേലയിലേക്ക് തിരിയുന്നുണ്ട്. ചെറുപ്പം മുതലേ വരയ്ക്കുകയും ശില്പം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. എഴുതുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതിനൊരു പ്രധാന കാരണം എൻ്റെ ഈ രോഗാവസ്ഥയാണ്. വാസ്തവത്തിൽ എന്നെ മെരുക്കിയെടുത്തത് ഈ അൾസർ എന്ന് പറയുന്ന രോഗത്തിലൂടെയാണ്. അങ്ങനെയാണ് വായിക്കാനും എഴുതാനും വരയ്ക്കാനും ഒക്കെ പ്രേരണ ഉണ്ടാകുന്നതും അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുന്നതും. കാര്യം കുട്ടികളെ പോലെ കളിക്കാനുള്ള ആവതില്ല, എല്ലാവരെ പോലെ ഓടാനോ ചാടാനോ ഒന്നും കഴിവില്ല, അതിനുള്ള ശേഷിയില്ല. പലപ്പോഴും രോഗഗ്രസ്തനായിട്ടാണ് ഇരിക്കുക. ഒരു 8-9 ദിവസമൊക്കെ വയറ്റിലൂടെ ബ്ലഡ് പുറത്തേക്ക് പോകും. അതിനുശേഷം പിന്നെ കുറേ ദിവസം പനിയായിരിക്കും. അങ്ങനെ പനി ബാധിച്ച് പനിയിൽ നിന്ന് മോചനം നേടി വരുമ്പോഴേക്കും വീണ്ടും അൾസർ ബാധിക്കും. അങ്ങനെ നിരന്തരമായി രോഗമൊഴിഞ്ഞൊരവസ്ഥ ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. 7ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ
എനിക്ക് വയറുവേദനയില്ല, ബ്ലഡ് പോകുന്നില്ല, എനിക്ക് സാധാരണ ഭക്ഷണം കഴിക്കാന്നൊക്കെ പറയുന്നത്. അതിനു മുമ്പൊന്നും ഭക്ഷണം തന്നിരുന്നില്ല. മിക്കവാറും അടച്ചോറ്, അതായത് വേവിച്ചിട്ട് വെള്ളം ഊറ്റാതെ വറ്റിച്ചെടുക്കുന്ന ചോറും മാതളത്തുള്ളും പുളിയാറിലയും ഇട്ട് മോര് കാച്ചി, ഇതൊക്കെയായിരുന്നു എൻ്റെ ഭക്ഷണം. എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ കഴിയുന്നില്ല. കപ്പ പോലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ പാടില്ല. അങ്ങനെ ഖരമായതൊന്നും കഴിക്കാൻ പറ്റാതെ, ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റാതെ ഇരുന്നപ്പോൾ 7ാം ക്ലാസ് ആയപ്പോൾ ഞാൻ സ്വമേധയ ഇതൊക്കെ സഹിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, എനിക്ക് രോഗാവസ്ഥയില്ല, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ തുടങ്ങി. അപ്പോഴും ഞാനിതൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഈ 18 വർഷക്കാലത്തെ ജീവിതം വിശ്വാസം വഴിയിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് മാത്രമല്ല, എൻ്റെ പ്രയോഗത്തിൽ വിശ്വാസത്തിനെതിരായ നിലപാടുകൾ ഉറപ്പിക്കാൻ ഞാൻ ശ്രദ്ധ കാണിച്ചു. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഓരോ വാക്കിലും മുൻപോട്ടുള്ള ഓരോ ചുവടുവെപ്പിലും നിർബന്ധമായും ക്രിസ്തുവിരുദ്ധമായ അല്ലെങ്കിൽ സഭാവിരുദ്ധമായ നിലപാടുകൾ എടുത്ത് മുൻപോട്ട് പോകാനുള്ള തീരുമാനം പ്രവൃത്തിയുമാണ് ഞാൻ പിന്നെ നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ഈ ശില്പവിദ്യയൊക്കെ ആരംഭിച്ച് വർക്ക്ഷോപ്പൊക്കെ തുടങ്ങുന്നു, വേരുകളിൽ ശില്പം ഉണ്ടാക്കുന്നു, ചിത്രങ്ങൾ വരയ്ക്കുന്നു. ആ നിലയ്ക്കുള്ള ജീവിതം നയിക്കുന്നതിനിടയ്ക്കാണ് ഞാൻ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത്. അത് ഒരു പ്രേമ വിവാഹമാണ്. പ്രത്യേകിച്ചും കത്തോലിക്ക സഭയിൽ പെടാത്ത ഒരു മതവിഭാഗത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയാണ് ഞാൻ വിവാഹം ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കടന്നു വന്ന് ഉപജീവനത്തിനായി മാർഗങ്ങൾ നിർബന്ധമായും ഉണ്ടാക്കിയേ തീരൂ എന്ന് വന്നപ്പോഴാണ് ഈ അറിയാവുന്ന ശില്പവിദ്യ പ്രയോഗിക്കാം എന്ന നിലപാടിലേക്ക് എത്തുന്നത്. അങ്ങനെ ലൈറ്റ് വർക്ക്ഷോപ്പ് തുടങ്ങുന്നു, ഫർണിച്ചർ വർക്ക്ഷോപ്പ് തുടങ്ങുന്നു, ശില്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായി എക്സിബിഷനിലൊക്കെ പങ്കെടുത്ത് നടക്കുമ്പോഴാണ് അപ്പു എന്ന് പറയുന്ന ഒരു സുഹൃത്തുമായി സൗഹൃദത്തിലാവുന്നത്. ആ സൗഹൃദത്തിലൂടെയാണ് ഞാൻ ഒരു ബിസിനസ് തുടങ്ങണം, എന്തെങ്കിലും ഒരു കച്ചവട സ്ഥാപനം തുടങ്ങി വരുമാനം ഉണ്ടാക്കണം എന്ന നിലയിലേക്ക് എത്തുന്നത്. അക്കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് ക്രമേണ ഞാൻ സാമ്പത്തികമായി ഉയരാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ വെള്ളിയുടെ കട ആരംഭിക്കുന്നു, പിന്നെ അത് സ്വർണ്ണക്കടയായിട്ട് മാറുന്നു. ഈ കാലത്തിനിടയ്ക്ക് കുടുംബം വലിയ പ്രശ്നത്തിലാണ്. അങ്ങനെ അകന്നു ജീവിക്കുകയാണ് അപ്പനും അമ്മയും. ഇപ്പം എൻ്റെ പ്രധാന ശത്രുവായിരുന്നത് അപ്പനാണ്. ഞാൻ ലോകത്ത് ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ പുലർത്തിയിരുന്നത് എൻ്റെ പിതാവിനോടാണ്. പൊതുവെ കോപിഷ്ഠനും എല്ലാവരോടും എതിർപ്പുള്ള ഒരാളുമായിട്ടാണ് ഞാൻ പിന്നീട് വളരുന്നത്. അതിനിടയ്ക്കാണ് ഈ വിവാഹമൊക്കെ നടന്ന് ഒരു കുട്ടി ഉണ്ടാകുന്നു. ആ സമയമാകുമ്പോൾ ഞാൻ ഈ ശില്പവേലയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിരന്തരമായി എന്നെ അലട്ടുന്ന ഒന്നാണ് എൻ്റെ നടുവേദന. നടുവ് അനക്കാൻ കഴിയുന്നില്ല. ഒരു പ്രീ ഡിഗ്രി കാലത്തൊക്കെ ഞാൻ കരാട്ടെ അഭ്യസിക്കുന്നുണ്ട്. നിരന്തരമായിട്ടുള്ള അഭ്യാസമാണ്. എന്ത് ചെയ്താലും ഒരു എക്സ്ട്രീം ലെവലിൽ ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായ എൻ്റെ പ്രകൃതം. ചെയ്യുന്ന കാര്യം പരമാവധി ചെയ്യുക, പെർഫെക്ഷനിസമാണ്. മാക്സിമം എങ്ങനെ ആ നിലയിൽ ഉയരാം എന്നതിനെക്കുറിച്ചായിരിക്കും ചിന്ത. ആ നിലയ്ക്ക് അന്ന് കരാട്ടയൊക്കെ അഭ്യസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മഞ്ഞപ്പിത്തം പോലെ എനിക്ക് ഒരു അസുഖം ഉണ്ടാകുന്നത്. ആ അസുഖത്തിന് ചികിത്സിക്കുന്നു. അതുകൊണ്ട് കരാട്ടയൊക്കെ നിർത്തിവെക്കേണ്ടി വരുന്നു. അങ്ങനെ നിർത്തിവെച്ചിട്ടും ഈ നടുവേദന അവസാനിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് 29 വയസ്സുള്ളപ്പോൾ ഈ സ്വർണ്ണക്കടയൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ വീട് പണിയൊക്കെ ആരംഭിക്കുന്ന സമയത്താണ് ഞാൻ ആലോചിക്കുന്നത് ചികിത്സിക്കണം. ആ സമയമൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ രോഗം മൂർച്ഛിച്ചിട്ടുണ്ട്. എനിക്ക് നടുവേദന മാത്രമല്ല ഉള്ളത്, പ്രഷർ ഹൈ ആകും, പെട്ടെന്ന് ലോ ആകും. വിചാരിച്ചിരിക്കാത്ത സമയത്ത് ഞാൻ കഠിനമായ തലവേദനയ്ക്ക് വിധേയനാകും. ദിവസങ്ങളോളം നീണ്ടുനിൽക്കുന്ന തലവേദനയാണ്. അങ്ങനെ ഒരിക്കൽ ഓർമ്മയൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങിയ ഒരു സമയത്ത് ഞാൻ ഒരു ആശുപത്രിയിൽ പോയി ചികിത്സ ആരംഭിക്കും. അപ്പോൾ അവിടെ വെച്ച് അവർ ആദ്യം ചെക്ക് ചെയ്യുമ്പോൾ നടുവേദനയാണല്ലോ പറയുന്ന പ്രധാന വിഷയം. ഒത്തിരി നേരം ദീർഘമായി ജോലി ചെയ്യും. രാത്രിയൊക്കെ ഇരുന്ന്
കൊത്തുപണി ചെയ്താൽ അവിടെ ഇരുന്ന് തന്നെ വർക്ക്ഷോപ്പിൽ ഇരുന്ന് തന്നെ ഉറങ്ങിപ്പോകും. അങ്ങനെ നിരന്തരമായ ജോലിയിലുമാണ്. എന്ത് ചെയ്താലും മാക്സിമം എന്നാണ് എൻ്റെ ഒരു പോളിസി ആയിട്ടന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ജോലി ചെയ്യുന്നവരുടെ ഭാഗമായിട്ട് നടുവേദന കൂടുന്നു. അതിനുള്ള ചികിത്സയ്ക്കാണ് പോകുന്നത്. അവരത് യൂറിനറി ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടാകാം. വൈകുന്നേരങ്ങളിൽ പനി വരും, രാത്രി ഒരു 10 മണിയാകുമ്പോൾ പനി മാറും, നടുവേദന നിരന്തരമായിട്ടുണ്ട്, കുനിയാനോ നിവരാനോ വയ്യ, ശരീരത്തൊക്കെ നീര് വരുന്നു, പ്രഷറിൻ്റെ വേരിയേഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ചികിത്സ ആരംഭിക്കുന്നത്. അത് യൂറിനറി ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടാകാം എന്നാണ് ഡോക്ടർമാർ ആദ്യം കണ്ടെത്തിയത്. ആദ്യത്തെ ഒരാഴ്ച ആശുപത്രി കിടക്കുമ്പോൾ ഇതിന് വ്യക്തമായ മാറ്റമൊന്നും ഉണ്ടാകാതെ തിരിച്ചു വരുന്നു. വീണ്ടും അഡ്മിറ്റ് ആവുന്നു. അപ്പോഴാണ് ഒരു 2-3 ദിവസം ആശുപത്രി കിടന്നതിന് ശേഷം നടുവിന് ചൂട് വയ്ക്കുന്നുണ്ട്, മരുന്നുകൾ നൽകുന്നുണ്ട്. അങ്ങനെ കിടക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ആ ആശുപത്രിയിലെ ഡോക്ടർ എന്നെ കാണാൻ വരുന്നു. സിസ്റ്ററാണ് എന്നെ കാണാൻ വരുന്നു, ഡോക്ടർ ആനീഷീല. എന്നെ കാണാൻ വന്ന സിസ്റ്റർ എന്നെ കണ്ട ഉടനെ എൻ്റെ മരുന്നുകളൊക്കെ നിർത്തിവെക്കാൻ പറയുന്നു. എന്നിട്ട് പിറ്റേന്ന് സ്കാൻ ചെയ്യാൻ പറയും. അങ്ങനെ സ്കാൻ ചെയ്യുമ്പോഴാണ് എൻ്റെ 2 കിഡ്നിയും ഡീക്കേയിങ് ആണ് എന്ന കാര്യം തിരിച്ചറിയുന്നു. ഈ മഞ്ഞപ്പിത്തം ഉണ്ടായ സമയത്ത് എൻ്റെ സഹോദരി മിലിറ്ററി നഴ്സാണ്. അവൾ നാട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് മഞ്ഞപ്പിത്തമല്ല, മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണമൊന്നുമല്ല കാണിക്കുന്നത്, അതുകൊണ്ട് ആ മരുന്ന് കഴിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അതങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഗൗരവമായി അന്ന് ആലോചിച്ചിരുന്നില്ല. 29ാമത്തെ വയസ്സിൽ ഈ സ്കാനിങ് നടക്കുമ്പോഴാണ് 2 കിഡ്നികളും ഡീക്കേയിങ് ആണെന്ന് അറിയുന്നു. അങ്ങനെ അറിഞ്ഞതോടുകൂടി എല്ലാവർക്കും സഹതാപമായി. എൻ്റെ വിവാഹത്തോടെ അകന്നു വന്നിരുന്ന എൻ്റെ സഹോദരനും അമ്മയും സഹോദരിമാരും ഒക്കെ എന്നെ കാണാൻ വരാൻ തുടങ്ങി. അങ്ങനെ അവരാണ് എന്നോട് വിശ്വാസ വഴിയിലേക്ക് തിരിച്ചു വരണം എന്നൊരു കാര്യം പറയുന്നത്. സാധാരണഗതിയിൽ അപ്രകാരമൊന്നും എന്നോട് പറയാനുള്ള ധൈര്യം അവർക്കില്ല. ഞാൻ വളരെ ബോൾഡായ ഒരാളാണ്, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളാണ്, ആരെയും മാനിക്കുന്ന പ്രകൃതം എനിക്കില്ല. അപ്പോഴാണ് അവർ ഇങ്ങനെ ഒരു സൂചന എനിക്ക് നൽകുന്നത്. ഞാൻ ആലോചിച്ചത് മറ്റൊരു കാര്യമാണ്. മരണം അടുത്തു എന്നെനിക്ക് ഉറപ്പായി. 2 കിഡ്നിയും ഡീക്കേയിങ് ആകുക എന്നുള്ളത് ഇന്നൊരു പക്ഷേ ചികിത്സയ്ക്കൊക്കെ വിധേയമാകാനുള്ള ഒരു കാര്യമാണ്. പക്ഷെ അന്ന് ഡയാലിസിന് പോലും ഭയങ്കര ചെലവേറിയ ഒരു കാലഘട്ടത്തിലാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത കാലത്താണ്. ആദ്യത്തെ പ്രാവശ്യം ആശുപത്രി കിടന്നിട്ട് തിരികെ വരാൻ ആശുപത്രിയിൽ ഡിസ്ചാർജ് എഴുതി കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന് ഒരു സുഹൃത്തിൻ്റെ സൈക്കിൾ എടുത്ത് ആളുകളുടെ അടുത്ത് പോയി 500 രൂപ വാങ്ങിക്കൊണ്ടുവന്ന് ബില്ലടച്ച് പുറത്തു വരേണ്ട ഗതികേടിലായിരുന്നു ഞാൻ. അപ്പം അങ്ങനെയുള്ളൊരു ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡോക്ടർ ആനിഷീലോട് പറഞ്ഞു, ഒരു കാരണവശാലും എൻ്റെ രോഗാവസ്ഥ പുറത്ത് പറയരുത് ഒരാളോട്, നമ്മൾ 2 പേരും മാത്രം അറിഞ്ഞാൽ മതി. സിസ്റ്റർ അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഭാര്യ വന്നപ്പോൾ പറഞ്ഞു, വലിയ കരച്ചിലും ബഹളമൊക്കെ ആയി. ഞാൻ അവളോടും പറഞ്ഞത് എൻ്റെ മരണമെടുത്തു, അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ആദ്യം പിടിക്കണ്ട, തൽക്കാലം ഒരു സ്വർണ്ണക്കടയൊക്കെ ഉണ്ട്, കടയൊക്കെ നോക്കി കുഞ്ഞിനെയൊക്കെ വളർത്തി ജീവിക്കുക, എൻ്റെ തിരിച്ചു പോക്കുള്ള സമയമായി. അപ്പോൾ വൈരാഗ്യം പുലർത്തിയിരുന്ന പിതാവിൻ്റെ അടുത്ത് സൂത്രത്തിൽ കടന്നുകൂടി അദ്ദേഹത്തെ കൊല്ലാൻ എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് അപ്പൻ്റെ കൂടെ ജീവിതം ആരംഭിക്കുന്ന ഒരു സമയത്താണ് ഈ രോഗാവസ്ഥ. അവിടെയാണ് സ്വർണ്ണക്കടയൊക്കെ തുടങ്ങി. ആദ്യം പണമുണ്ടാക്കിയാലേ അപ്പനെ കൊല്ലാൻ കഴിയൂ എന്നുള്ളതാണ് പണം ഉണ്ടാക്കാനുള്ള പ്രേരണയായിട്ട് മാറിയത്. അതിനു മുമ്പ് എൻ്റെ ഒരു ധാരണ, ഒരു ദിവസം 50 രൂപയിൽ കൂടുതൽ വരുമാനം വേണ്ട, നിത്യജീവിത വൃത്തിക്ക് മാത്രം അധ്വാനിക്കണം, ബാക്കി സമയം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കണമെന്നാണ്. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്. പണമുണ്ടാക്കിയാലേ ഈ പ്രതികാരം ചെയ്യാൻ പറ്റൂ എന്നതാണ് പണമുണ്ടാക്കാനുള്ള പ്രേരണയായിട്ട് മാറിയത്. ആ സമയത്ത് ഞാൻ പഞ്ചായത്ത് ലൈബ്രറിയിലാണ്, ശില്പത്തിൻ്റെ വേല ചെയ്യുന്നുണ്ട്, ലെയ്ത്ത് വർക്ക്ഷോപ്പുണ്ട്, അവിടെ ജോലിക്കാരൊക്കെ ഉണ്ട്, ഫർണിച്ചർ വർക്ക്ഷോപ്പുണ്ട്, അവിടെയും ജോലി ചെയ്യാൻ ആളുകളുണ്ട്, സ്വർണ്ണക്കടയുണ്ട്, സ്വർണ്ണക്കടയ്ക്ക് തട്ടാനുണ്ട്, ബ്ലേഡ് കമ്പനി നടത്തുന്നുണ്ട് ചെറിയ രീതിയിൽ. ഇതെല്ലാമായിട്ട്
നിരന്തരം പ്രവൃത്തിയിൽ ഏർപ്പെടുന്നൊരു സമയത്താണ് ഈ നടുവേദന ശക്തമാകുന്നതും രോഗം കണ്ടുപിടിക്കുന്നു. രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ് ഞാൻ വരുമ്പോൾ മരണത്തെ നേരിടാൻ ഒരുക്കമായിട്ടാണ് ഞാൻ വരുന്നത്. ശരീരമാകെ നീരായി, എഴുന്നേൽക്കാനോ ഇരിക്കാനോ വയ്യ, കിടക്കാൻ വയ്യ. മരണം ഏകദേശം ഉറപ്പായ സമയത്താണ് സഹോദരനും അമ്മയും ഒക്കെ വീണ്ടും സൗഹൃദത്തിലാകുന്നു. അവർക്കൊരു സഹതാപമാണ്, നമ്മൾ മരിക്കാൻ പോവാണ്. ഞാനാണെങ്കിൽ കടബാധ്യതയിലേക്ക് കൂപ്പുകുത്തിയൊരു സമയം. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ ഞാൻ പകൽ സമയത്ത് ജ്യേഷ്ഠനും അമ്മയൊക്കെ താമസിക്കുന്ന വീട്ടിൽ പോകും, എന്നിട്ട് അവിടെ ഇരിക്കും. കാരണം എനിക്ക് നാട്ടിൽ നിവർന്നു നടക്കാൻ വയ്യ, ആളുകളെ അഭിമുഖീകരിക്കാൻ വയ്യ, പണം കൊടുക്കാനുള്ള പലരുണ്ട്, അവരൊക്കെ കടയിൽ വരും, കടയിൽ ഇരിക്കാൻ വയ്യ. കടയും ക്ഷയോന്മുഖമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രി കിടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്വർണം കൊണ്ട് ഇരുന്ന് തട്ടാനും പോയി. അങ്ങനെ ആകെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ആ സമയത്ത് ഞാൻ ചിന്തിച്ച ഒരു കാര്യം, മാനസാന്തരത്തിന്റെ തുടക്കം, ഞാൻ ഇത്രയും കാലം ആരും പറഞ്ഞിട്ട് അനുസരിച്ചില്ല, ആരെയും സ്നേഹിച്ചില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ ആർജിക്കുകയും ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി മേലിൽ അങ്ങനെ ആയിക്കൂടാ എന്ന ചിന്ത എനിക്കുണ്ടായി. അപ്പോഴാണ് അമ്മ പറയുന്നത് പള്ളിയിൽ വെച്ച് വിവാഹം നടത്തണം. ഞാൻ ഇങ്ങനെയാണ് ആലോചിച്ചത്, അവരുടെയൊക്കെ ഒരു ആഗ്രഹമല്ലേ, എന്റെ മരണവും എടുത്തു, എന്നാൽ അവരാഗ്രഹിക്കുന്ന പോലെ നടക്കട്ടെ. അങ്ങനെയാണ് വിവാഹിതനാകാം, ദേവാലയത്തിൽ വെച്ച് കൂദാശ സ്വീകരിക്കാം എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ മൂത്ത കുട്ടിക്ക് ഏകദേശം 6 വയസ്സാകാറായി. ആ സമയത്ത് ഇടവകാരി അമ്മ പോയി കാണുന്നു. അദ്ദേഹം ഒരു വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. കാരണം നിരീശ്വരവാദിയായി വഴിവിട്ട് ജീവിക്കുന്ന ഒരാൾ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത അബ്രഹാം പൂച്ചക്കാട്ട് അച്ഛനുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ ആദ്യം നിരുത്സാഹപ്പെടുത്തുകയാണ്. പിന്നെ അവൻ വന്ന് എന്നെ കാണട്ടെ എന്ന് പറയുന്നു. ഞാൻ പോയി കാണുന്നു. ഞാൻ കണ്ടു കഴിയുമ്പോൾ ഈ പുരോഹിതൻ എന്നോട് അനുഭാവപൂർവ്വം പ്രവർത്തിക്കുന്നു. ജ്യേഷ്ഠനാകട്ടെ ദേവാലയത്തിൽ പോകാൻ നിർബന്ധിക്കുന്നു. അദ്ദേഹവും നിരീശ്വരവാദിയൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം എനിക്ക് മുമ്പേ മാനസാന്തരപ്പെട്ട് വിശ്വാസ വഴിയിലേക്കൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം എന്നെ ദേവാലയത്തിൽ പോകാൻ നിർബന്ധിക്കുന്നു. ഞായറാഴ്ചകളിൽ അദ്ദേഹം എന്നെ എറണാകുളത്ത് കത്തീഡ്രൽ പള്ളിയിൽ കൊണ്ടുപോകും. ഞാൻ അവിടെ പോയി അദ്ദേഹത്തോടൊപ്പം വിശുദ്ധ ബലിയിൽ പങ്കുചേരും. എനിക്ക് വിശ്വാസമൊന്നുമില്ല, എങ്കിലും ഞാൻ കൂടെ പോകും. എന്നെ തിരികെ കൊണ്ടുവന്ന് വീട്ടിലാകും. അങ്ങനെ ഇരിക്കുന്ന 1997 മെയ് മാസത്തിൽ ഞാൻ എറണാകുളത്തെ കത്തീഡ്രൽ ചർച്ചിൽ, നടുവിലെ പള്ളി എന്ന് പറയുന്ന കപ്പൽ പള്ളിയിൽ കുർബാനയ്ക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു ദൈവാനുഭവം അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു അനുഭവം എനിക്കുണ്ടാകുന്നത്. അതെനിക്ക് കുരിശ് വരയ്ക്കാൻ പോലും ഓർമ്മയില്ല. ബാല്യകാലത്തൊക്കെ വിശ്വാസ വഴിയിലായിരുന്നെങ്കിൽ അതൊക്കെ മറന്ന് വേറൊരു ലോകത്ത് ജീവിക്കുന്നയാളാണ്. അതിനിടയ്ക്ക് ദേവാലയത്തിലൊക്കെ പോകാൻ വീട്ടുകാർ നിർബന്ധിച്ചാലൊന്നും പോകാത്ത ഒരാളാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് കുരിശ് വരയ്ക്കുക എന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും ഞാൻ ദേവാലയത്തിൽ പോകും. അവിടെ നീലറുണ്ട്, മുട്ടുകുത്തി നിൽക്കാൻ പറ്റും, ബെഞ്ചുണ്ട്, അതിൽ ഇരിക്കാം. എനിക്ക് നിലത്തുനിന്ന് ഇരിക്കാൻ വയ്യ. അങ്ങനെ അവിടെ കുർബാനയ്ക്ക് നിൽക്കുമ്പോഴാണ് കുർബാനയിൽ മെയ് മാസത്തെ അവസാനത്തെ ഞായറാഴ്ച കുർബാനയിൽ ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് കൗദാശിക സ്ഥാപന വചനങ്ങൾ പുരോഹിതൻ ഉരുവിടുന്ന സമയത്ത് എന്റെ കയ്യിലുണ്ടായിരുന്ന ആണികൾ അടർന്നു മാറുന്നു. കയ്യിലുന്ന 5 ആണികളുണ്ട്. ആ ആണികൾ അവിടെ ചൊറിയുന്നു, ഞാൻ ചൊറുകുന്നു, അവ അടർന്നു പോകുന്നു. കുർബാനയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം എനിക്കന്നുണ്ടായി. വിശ്വാസത്തിന്റെ വളർച്ചയൊന്നും ആയിട്ടില്ല, എങ്കിലും എന്തോ അത്ഭുതം സംഭവിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം എനിക്കുണ്ടായി. ഓസ്തി തിരുവോസ്തിയായി യേശുവിന്റെ ശരീരമായി മാറുമ്പോൾ എന്റെ ശരീരത്തിൽ ഒരു മാറ്റം അനുഭവപ്പെട്ടു എന്നതാണ്. കുർബാനയിൽ ഞാനും പങ്കാളിയാകുന്നുണ്ട്. അവിടെ ദൈവികമായ അടയാളങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ ആദ്യമിടയാകുന്നു. അതിനുശേഷം നിരന്തരമായി ഞാൻ വചനം വായിക്കുന്നു. അങ്ങനെ വചനം വായിച്ച് 6 മാസത്തോളം ഇരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കുണ്ടായൊരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ടി വിയും VCRും, ഞാൻ വളരെ ആഗ്രഹിച്ചു വാങ്ങിയ ഷാർപ്പിന്റെ ടി വിയും
തോഷിബയുടെ ഒരു VCRും, അന്ന് അതൊക്കെ പ്രധാനപ്പെട്ട വസ്തുക്കളാണ്. അത് വാങ്ങിയത് എനിക്ക് പണയത്തിൽ കൊടുക്കേണ്ടി വരും. ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. സാമ്പത്തികമായി തകരുന്നു, അതുകൊണ്ടൊക്കെ വിട്ടുപോകാൻ. അത് കൊടുത്ത്, പണയത്തിന് കൊടുത്ത് ഞാൻ തിരികെ മുറി പ്രവേശിച്ചു. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഞാൻ കരയാണ്. എനിക്ക് കാര്യമുള്ളത്, എൻ്റെ കുട്ടി വളരെ കാര്യമായിട്ട് കാണുന്ന ഒന്നാണ് TV. അവള് ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. തിരികെ വരുമ്പോൾ TV ഇല്ല, VCRും ഇല്ല. അവളോട് എന്ത് മറുപടി പറയും എന്നൊരു ചിന്ത. അതോടൊപ്പം കയ്യിലുള്ളത് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ഒരു പതനം തുടങ്ങുകയാണ് എന്നൊരു ബോധ്യം ഹൃദയത്തിലുണ്ടായി. ഈ രണ്ട് കാര്യങ്ങളാണ് എന്നെ വിഷമിപ്പിച്ചത്. അങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഞാൻ കരഞ്ഞു. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഞാൻ വീടൊക്കെ വെച്ചു, 2 നിലയുള്ള വീടൊക്കെ വെച്ചു. അതോടുകൂടിയൊക്കെയാണ് കടബാധ്യതകളുള്ളത്. ഇവ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഉണ്ടായ സങ്കടത്തിൽ ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സ്വരം ഞാൻ കേട്ടു. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ടുണ്ട്, പള്ളിയിൽ വെച്ച് വിവാഹം നടത്താൻ സമ്മതിച്ചിട്ടുണ്ട് എന്നതൊക്കെയാണെങ്കിലും ഞാൻ വിശുദ്ധ ഗ്രന്ഥം അപ്പോഴും വായിച്ചിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥം ഞാൻ വായിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഭാഗം വായിക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന സമയത്താണ്. മഠത്തിൽ നിന്ന് ബൈബിൾ വാങ്ങി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇടമറുക പറഞ്ഞ ഉൽപ്പത്തി കഥ തെറ്റാണെന്ന വാദം ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഈ വിശുദ്ധ ഗ്രന്ഥം വാങ്ങി വായിക്കുന്നു. വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇടമറുക പറഞ്ഞാണ് ശരിയെന്ന് തോന്നി. അങ്ങനെ ഉപേക്ഷിച്ചതാണ്. പിന്നീട് ഞാൻ വായിച്ചിട്ടില്ല. അന്ന് പൊതുവെ നൽകപ്പെടുന്നത് പുതിയ നിയമമാണ്. പുതിയ നിയമവും കാര്യമായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. ഈ സ്വരം കേട്ട സമയത്ത് അമ്മയോട് എന്ന് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു സ്വരം കേട്ടു. അമ്മ പറഞ്ഞു അത് ജോബിന്റെ പുസ്തകത്തിലാണ്. അപ്പോഴാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങുന്നത്. ജോബിന്റെ പുസ്തകം ഞാൻ എടുത്തു. ബൈബിൾ ആദ്യമായി എടുത്ത് ഞാൻ ജോബിന്റെ പുസ്തകം മുതലാണ് വായന ആരംഭിക്കുന്നത്. 1:21 ഞാൻ ഈ വചനം കണ്ടുമുട്ടി. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ അത് വായിച്ചപ്പോഴേക്കും ഞാൻ കരഞ്ഞു. ഞാൻ കേട്ടത് പാഴ്വചനമല്ലെന്നും വിശുദ്ധ ഗ്രന്ഥത്തിലൊരു വാക്കാണെന്നും അത് ദൈവം തന്നെയാണ് എന്നെ കേൾപ്പിച്ചതെന്നും എനിക്കൊരു ഉത്തമ ബോധ്യം ഉണ്ടായി. ഞാൻ വാവിട്ട് കരഞ്ഞു. അങ്ങനെ കരയുമ്പോഴൊക്കെ അമ്മ ഒന്ന് പറയും, വിഷമിക്കേണ്ട, സുഖപ്പെടും. എല്ലാവരും അത് പറയുന്നത് കേവലം ആശ്വാസവചനമായിട്ടാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ അനുഭവിക്കുന്ന വേദനയും ഞാൻ നേരിടുന്ന രോഗത്തിന്റെ ശക്തിയും ഒക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഞാൻ വചനം വായിക്കും, കരയും. അങ്ങനെ വചനം അവിടെ നിന്നോട്ട് വായിക്കാൻ തുടങ്ങി. 6 മാസത്തോളം വീട്ടിലിരുന്നത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ദേവാലയത്തിൽ പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇടക്കാലത്ത് കള്ളുവണ്ടിയിൽ കള്ളു കൊണ്ടുവരാൻ വേണ്ടി പാലക്കാട് പോയിരുന്നു. അങ്ങനെ പാലക്കാടത്ത് കള്ളെടുത്തുള്ള നാട്ടിൽ സപ്ലൈ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നിരന്തരം ഞാൻ കാണുന്നൊരു സ്ഥലമാണ് പോട്ടെ ആശ്രമം. ഈ പോട്ടെ ആശ്രമത്തിൽ ആളുകൾ പോകുമ്പോൾ, ഞങ്ങൾ ഈ വണ്ടിക്ക് വരുമ്പോൾ ബൈപ്പാസ് ക്രോസ് ചെയ്യാൻ വേണ്ടി ആളുകൾ നിൽക്കും. ഇന്നത്തെ പോലെ അവിടെ സിഗ്നലോ യാത്രാ സംവിധാനമൊന്നും ആയിട്ടില്ല. അപ്പൊ ആളുകൾ അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വണ്ടി നിർത്തി അങ്ങനെ നിൽക്കുന്നവരൊക്കെ വഴക്ക് പറയുന്ന ഒരു പ്രകൃതി എനിക്കുണ്ടായിരുന്നു. വിശ്വാസം മണ്ടത്തരമാണല്ലോ. അപ്പോൾ മണ്ടത്തരത്തിൽ ആളുകൾ പോകുന്നു, പണിയെടുക്കേണ്ട സമയത്ത് ഇങ്ങനെ പ്രാർത്ഥനയെന്നും പറഞ്ഞ് കിടക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കും. അവര് പ്രതികരിക്കാറൊന്നുമില്ല, പക്ഷെ ഞാനിതിങ്ങനെ പറയും. അങ്ങനെ നിരന്തരം അങ്ങനെ പോയിരുന്ന ഒരാളായിരുന്നത് കൊണ്ട് ഞാൻ ജ്യേഷ്ഠ സഹോദരനോട് പറഞ്ഞു, എനിക്കൊന്ന് ഈ പോട്ടെ ആശ്രമം കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ശനിയാഴ്ചകളിലാണ് അവിടെ ശുശ്രൂഷകൾ എന്നുള്ളത്. അന്ന് പോകാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനില്ല, അന്ന് എനിക്ക് പോകാൻ കഴിയില്ല. കാരണം ആളുകൾ പറയും മാർട്ടിൻ പൊട്ടി കോട്ടയം പോയി എന്ന് പറയും. നാട്ടിൽ അറിയപ്പെടുന്ന നിരീശ്വരവാദിയാണ്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഒരു രോഗം വന്നപ്പോൾ കോട്ടയം ആശ്രമത്തിൽ പോയി എന്നുള്ളത് ഒരു പേരുദോഷമായിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. വിശ്വാസത്തിൽ നിന്ന് അകന്ന കാലത്ത് തന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ആളുകൾ ചെറുപ്പകാലത്ത് വിശ്വാസിയായിരിക്കും, യൗവനത്തിലൊക്കെ നിരീശ്വരവാദിയാവും. അത് കഴിഞ്ഞ് കുടുംബജീവിതം ആരംഭിക്കുമ്പോഴത്തേക്കും വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. പ്രായമാകുമ്പോൾ വിശ്വാസമാണ് ശരിയെന്ന് പറയും. സാധാരണ ഒരു ഗതിയാണ്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് ഒരു കാരണവശാലും വിശ്വാസ വഴിയിലേക്ക് തിരികെ പോകരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെയും നിഷ്ഠയോടെയുമാണ് ജീവിതം. അതുകൊണ്ട് ഈ പോട്ടെ ആശ്രമത്തിൽ പോകുന്നത് പരസ്യമായി ചെയ്യാൻ പറ്റാത്തൊരു പ്രവൃത്തിയാണ്. ഒരു ഞായറാഴ്ച ദിവസം 97 നവംബർ 23 അന്ന് ക്രിസ്തുരായന്റെ തിരുനാളാണ്.
അന്ന് എനിക്ക് അതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ല. അന്ന് അവിടെ പോകുന്നു. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഞായറാഴ്ചയാണ്. അവിടെ ആ പള്ളിയിൽ അനുദിന ശുശ്രൂഷ നടക്കുന്നുണ്ട്. അവിടെ പോയി കുറച്ചു നേരം ഇരുന്നു. ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എഴുന്നേറ്റു. അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു. അന്ന് ഓലപ്പുരയാണ് അവിടെയൊക്കെ. അതൊക്കെ ചുറ്റി നടന്ന് കണ്ടു. തിരികെ പോരാനായിട്ട് ആരംഭിക്കുമ്പോൾ ജ്യേഷ്ഠൻ ചോദിച്ചു, നമുക്കൊന്ന് കുമ്പസാരിച്ചാലോ? ഞാൻ ചെറിയ പ്രായത്തിൽ 7ാം ക്ലാസ്സിന്റെ സമയത്ത് കാറ്റഗിസം പഠിപ്പിച്ചിരുന്നയാളാണ് കുട്ടികളെ. അപ്പൊ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് ഒരു കൂദാശ ലംഘിച്ച ഒരാൾക്ക് മറ്റൊരു കൂദാശ സ്വീകരിക്കാൻ കഴിയില്ല എന്നൊരു കാര്യം എനിക്കറിയാം. പക്ഷെ ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞില്ല. കാരണം മരണം എടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ആര് പറഞ്ഞാലും അനുസരിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അങ്ങനെ സ്നേഹം കൊടുത്ത് കടന്നു പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ കുമ്പസാരിപ്പിക്കുന്നിടത്ത് ചെന്നു. അങ്ങനെ നീണ്ട നിരകളാണ് എല്ലായിടത്തും ഉള്ളത്. കുറെ നിരക്ക് നിന്നു. അധികം നേരം നിൽക്കാനൊന്നും എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ തിരികെ നടന്നു. ഞങ്ങൾ ഗേറ്റിനടുത്തെത്തിയപ്പോൾ ഞാൻ ഈ ക്യൂ നിന്നിട്ട് തിരിച്ചു പോരുന്നത് കണ്ട ഒരു ശുശ്രൂഷകൻ, മാനസാന്തരപ്പെട്ടവർക്ക് അങ്ങനെയാണല്ലോ, ആരെങ്കിലും കിട്ടിയാൽ പിന്നെ വിടൂല്ല. അപ്പോൾ അദ്ദേഹം വന്ന് എന്നെ തിരികെ വിളിച്ചു. അവിടെ ഇപ്പോൾ ആളില്ല എന്ന് പറഞ്ഞു. പൊതുവെ മാന്യനായതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ നിഷേധിക്കുന്ന പ്രകൃതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയി. അവിടെ ചെന്നപ്പോൾ 2-3 പേരെ മുമ്പിലുള്ളൂ. ഞാൻ അവരൊക്കെ കുമ്പസാരിക്കുന്നവരെ കാത്തു നിന്നു. അകത്ത് ചെന്ന് പുരോഹിതനോട് പറഞ്ഞു, ഞാൻ കുമ്പസാരിക്കാൻ വന്നതാണ്, 18 വർഷമായി കുമ്പസാരിച്ചിട്ട്. അദ്ദേഹം അപ്പോൾ എന്നോട് പറഞ്ഞു, ഏറ്റവും പുറകിൽ പോയി നിൽക്കും. അങ്ങനെ ഞാൻ വീണ്ടും പുറത്തു വന്നു, ക്യൂവിൽ നിന്നു. ഒരു ഉച്ചയോടടുത്ത സമയത്താണ് എനിക്ക് വീണ്ടും അവിടെ എത്താൻ പറ്റിയത്. അങ്ങനെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കൂദാശ ലംഘിച്ച ആളാണ്, ഞാനിങ്ങനെ വിജാതീയ സ്ത്രീയായിട്ടാണ് ജീവിക്കുന്നത്, പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, കുമ്പസാരിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ പള്ളി വെച്ച് കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്, ഡിസംബർ 17-ാം തീയതിയാണ് കല്യാണം നടക്കേണ്ടത്. ആ ദിവസം വരെ ഇനി പങ്കാളിയെന്ന് ഞാൻ കരുതിയ സ്ത്രീയുമായി യാതൊരു ബന്ധത്തിലും ഞാൻ ഏർപ്പെടില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കില്ല. അതുകൊണ്ട് കുമ്പസാരത്തിന് ആശീർവാദം തരാമോ എന്ന് ചോദിച്ചു. എന്റെ ചോദ്യത്തിൽ ആത്മാർത്ഥത കണ്ടിട്ടാവണം അദ്ദേഹം പറഞ്ഞു, എങ്കിൽ കുമ്പസാരിപ്പിക്കാം. അങ്ങനെ കുമ്പസാരിപ്പിച്ചു. ഞാൻ യഥാർത്ഥത്തിൽ കുമ്പസാരത്തിന് ഒരുങ്ങിപ്പോയ ഒരാളല്ല. പരിശുദ്ധാത്മാവാണ് കൂദാശകൾക്കൊക്കെ നമ്മൾ ഒരുക്കുന്നത് എന്നുള്ള ബോധ്യം വ്യക്തമായി എനിക്കുണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഞാൻ അവിടെ ചെന്നു നിന്ന സമയത്തൊന്നും ഞാൻ എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ജീവിതകഥ പറഞ്ഞു. എന്റെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ഒഴുകിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ലോഹം നനഞ്ഞു. എനിക്ക് മുട്ടുകുത്തിയത് കൊണ്ട് നല്ല വേദനയുണ്ട്. ആ വേദനയോട് ഞാൻ കുമ്പസാരിച്ചു. കുമ്പസാരത്തിന്റെ അവസാനം ആശീർവാദം തരുമ്പോൾ ഈ പുരോഹിതൻ, നിന്റെ പാപവും രോഗവും മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ആശീർവദിച്ചു. അദ്ദേഹം യഥാർത്ഥത്തിൽ ധ്യാനഗുരുവൊന്നും ആയിരുന്നില്ല, ഒരു സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എന്നെ ആശീർവദിച്ചു. ഞാൻ തിരികെ പോന്നു. അപ്പോഴും എനിക്ക് നല്ല നടുവേദനയുണ്ട്. ഈ ആശീർവാദം കിട്ടുന്ന സമയത്ത് പാപമോചനം നൽകുന്നു എന്ന് പറയുമ്പോഴും, നിന്റെ പാപവും രോഗവും മോചിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഞാനതിൽ വിശ്വസിക്കുന്നില്ല. കാരണം വേദന എനിക്ക് അപ്പോഴും ഉണ്ട്. എറണാകുളത്ത് വന്നു, കത്തീഡ്രൽ പള്ളിയിൽ പോയി. അവിടെ കുർബാന നടക്കുന്നുണ്ട്. കുമ്പസാരത്തിന് പ്രായശ്ചിത്തമായി സുവിശേഷത്തിലെ ഒരു അധ്യായം വായിക്കാനാണ് പറഞ്ഞത്. അതൊക്കെ വായിച്ചു. തീരുമാനമൊക്കെ എടുത്ത് ഞാൻ കുർബാന സ്വീകരിച്ചു. കുർബാന സ്വീകരണ ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. നടുവേദന കൂടി. ഞാൻ നേരത്തെ കയറി കിടന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് ഈ വേദന ഇല്ലാതെയാണ്. നടുവേദനയോ ഒരു രോഗലക്ഷണമോ നീരോ ഇല്ലാതെ ഞാൻ എഴുന്നേറ്റു. സാധാരണഗതിയിൽ എൻ്റെ ശരീരത്തിൽ മുഴുവനും ഒരു ചെറിയ കലമുണ്ട്, കട്ടൻ ചായ കൊണ്ടിരുന്ന സ്റ്റീലിന്റെ കലം. അതുകൊണ്ട് ചൂട് പിടിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റിരുന്നത്. അതും ഒരു 8-8:30 ആവുമ്പോഴാണ് ഞാൻ ഉണരുക. കാരണം എപ്പോഴും ഈ വയ്യാഴിയാണ്. അങ്ങനെ ഇല്ലാതെ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഞാൻ കൈയും കാലൊക്കെ അനക്കി നോക്കി. വേദനകളൊന്നുമില്ല. ഇരുന്നും നിവർന്നുമൊക്കെ നോക്കി. വേദനയില്ല. രോഗം സൗഖ്യപ്പെട്ടതായി അനുഭവപ്പെട്ടു. ഈ അനുഭവത്തിന് ശേഷം വീണ്ടും എനിക്ക് നടുവേദന വരുന്നുണ്ട്. ആ സമയത്തിന് ആശുപത്രി പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഈ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നു. അപ്പോൾ ക്രിയാറ്റിനും ബ്ലഡ് യൂറിയൊക്കെ നോർമലാണ്. ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ക്രിയാറ്റിനും യൂറിയയും ഉയർന്ന നിലയിലായിരുന്ന രോഗാവസ്ഥ അപ്പോഴില്ല. അപ്പം അതുകൊണ്ട് രോഗം വിമുക്തമായി എന്ന് ബോധ്യമായി. ഏതായാലും സൗഖ്യം പ്രാപിച്ചപ്പോൾ ഞാൻ എടുത്തൊരു തീരുമാനം, ഇനി പഴയതുപോലെ ജീവിക്കുന്നില്ല, ലോകപ്രകാരം ജീവിക്കുന്നില്ല. അതുകൊണ്ട് സ്വർണ്ണക്കട പൂട്ടി
വീട്ടിൽ നിന്ന് ഇറക്കപ്പെട്ടു. വീട്ടിൽ നിന്ന് ഇറങ്ങി ഭാര്യ വീട്ടിൽ കൊണ്ടാക്കി, മക്കളെയും കൊണ്ടാക്കി ഞാൻ തെരുവിലേക്ക് ഇറങ്ങി. അങ്ങനെയാണ് ആദ്യകാലത്ത് തെരുവിൽ കിടക്കാനും യഥാർത്ഥത്തിൽ ക്രിസ്തു അനുഭവിച്ച ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകാനും ഇടയായത്. കിടക്കാനിടമില്ലാത്ത ഒരുവനായിട്ട് മാറിയപ്പോഴാണ് ക്രിസ്തുവിനെ കൂടുതലായി എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. വിശപ്പും ദാഹവും അനുഭവിച്ചപ്പോഴാണ് ക്രിസ്തുവിന് എനിക്ക് കൂടുതൽ ഹൃദയപരമായ ബോധ്യമായി മാറിയത്. ജീവിതം അങ്ങനെ ക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണം എന്നൊരു തീരുമാനമെടുത്തു. എന്ത് നഷ്ടമുണ്ടായാലും എന്ത് സഹനമുണ്ടായാലും ഈ വഴിയാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചത്. ഇതാണ് എൻ്റെ സൗഖ്യാനുഭവം, മാനസാന്തരത്തിന്റെ വഴി. ഇപ്പൊ പറഞ്ഞതിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടി പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കേവലമായി ചുരുക്കാവുന്ന ഒരു കാര്യം ഇതാണ്: കുമ്പസാരം എന്ന കൂദാശയിലാണ് സൗഖ്യം ഉണ്ടായത്. ആ സൗഖ്യം എനിക്ക് തന്ന ഏറ്റവും വലിയ ബോധ്യം എൻ്റെ പാപം മോചിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ രോഗം മാറി, അതൊരു അടയാളമാണ്. എൻ്റെ പാപം മോചിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 2 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നത് പോലെ തളർവാദ രോഗിയുടെ രോഗം മാറിയത് ഒരടയാളമാണ്. പാപം മോചിച്ചു എന്നതാണ് യാഥാർത്ഥ്യ കാര്യം. ആ പാപം മോചിച്ച അവസ്ഥ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി സ്വയം സമർപ്പിക്കാനുള്ള ഒന്നാക്കി മാറ്റുന്നതിലേക്ക് എന്നെ ശക്തിപ്പെടുത്തി, എന്നെ നയിച്ചു. അതാണ് ഇപ്പോഴും ശുശ്രൂഷയിലായിരിക്കാൻ, നിങ്ങളോടൊപ്പമായിരിക്കാൻ, ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ, അവരുടെ സ്നേഹത്തിലായിരിക്കാൻ എന്നെ ശക്തിപ്പെടുത്തുന്നതും നയിക്കുന്നതും. ശിലറ്റം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കർത്താവിന്റെ കരങ്ങളിലാണ്. ഭൗതികവും ആത്മീയവുമായ മേഖലയൊക്കെ ദൈവത്തിന് ഒരുപോലെയാണ്. എവിടെയും ദൈവം സൗഖ്യവും സമാധാനവുമാണ്. ദൈവത്തിലേക്ക് തിരിയാനാണ് ഓരോ ജീവിത സന്ദർഭങ്ങളും സഹനങ്ങളും നമ്മെ വിളിക്കുന്നത്. അത് തിരിച്ചറിയാനും അവിടുത്തെ മാർഗത്തിൽ പുരോഗമിക്കാനും നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയുന്നത് പോലെ, പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എനിക്ക് കരുണ ലഭിച്ചു. ദൈവം ഇല്ലെന്ന് പഠിപ്പിച്ച ഒരാളാണ് ഞാൻ, എനിക്ക് കരുണ ലഭിച്ചു. ആ കരുണയാണ് ദൈവത്തെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് പറയാൻ, സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ, ആത്മീയതയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള നിരന്തര ശ്രമങ്ങൾക്ക് പ്രേരകമായിട്ടുള്ളത്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, കൗദാശിക അനുഭവങ്ങളിലൂടെ നയിക്കട്ടെ, ജീവിതം പരിവർത്തിതമാകാൻ ഇടയാക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും മക്കളെക്കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ അവർ വിശ്വാസികളല്ല എന്ന നിലയ്ക്ക് ഹൃദയപരമായി വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയണം: ക്രിസ്തു നമ്മെ കൈവിടില്ല. ലഭിച്ച മാമുദീസയിൽ നൽകപ്പെട്ട ആത്മാവ് പ്രയോഗക്ഷമമാണ്. അത് പ്രവർത്തിക്കും, നിത്യമായ രക്ഷയിലേക്ക് നയിക്കും, മാനസാന്തരത്തിലേക്ക് നയിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.